മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് പ്രഭാഷണത്തിനായി പല സ്ഥലത്തും പോവുകയുണ്ടായി. സാധാരണ രീതിയിൽ ഇങ്ങനെ പ്രഭാഷണത്തിനായി പോകുന്ന വേളയിൽ കാണുന്നതും കേൾക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായ കാര്യങ്ങൾ ഇതുപോലെയുള്ള വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് പതിവ്. തൃശ്ശൂർ മാതൃഭൂമിയിൽ, തൃശ്ശൂർ എഡിഷൻ മാതൃഭൂമിയിൽ ഈ യാത്രയിൽ പോകുമ്പോൾ ഈ യാത്രാവേളയിൽ ഒരു വാർത്ത വായിക്കുകയുണ്ടായി. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളുണ്ട്. പിന്നെ 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾ, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങൾ. നിർഭാഗ്യവശാൽ ബൈബിളിലും ഖുർആനിലും പറയുന്നു, ഇവയെയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ് എന്ന്. ബൈബിൾ എഴുതിയത് മനുഷ്യനാണ്, ഖുർആൻ എഴുതിയത് മനുഷ്യനാണ്. അതുകൊണ്ട് ആ സ്വാർത്ഥനായ മനുഷ്യൻ സ്വയം എഴുതി മറ്റെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, മറ്റെല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് എന്ന്. ഏതിനെയും അറക്കുകയോ കൊല്ലുകയോ പീഡിപ്പിക്കുകയോ നശിപ്പിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് മനുഷ്യന് സന്തോഷമുണ്ടാക്കാനാണ് ദൈവം ഇതിനെയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന ലോകത്തിലെ ഏറ്റവും നീചവും നിന്ദ്യവുമായ ഒരു വസ്തുത ബൈബിളിലും ഖുർആനിലുമുള്ളത്. അത് ജനത പ്രാവർത്തികമാക്കുമ്പോൾ പോത്തായാലും എരുമയായാലും പശുവായാലും കാളയായാലും ആടായാലും പന്നിയായാലും കോഴിയായാലും അതിനെ എല്ലാത്തിനെയും എങ്ങനെ വേണമെങ്കിലും കൊന്ന് തിന്നോളാൻ ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന ന്യായീകരണത്തിലാണ് അവരും. ഇതെല്ലാം കണ്ടോ കേട്ടോ അല്ലെങ്കിൽ നാക്കിൻ്റെ അട്രാക്ഷൻ കൊണ്ടോ ധാരാളം ഹിന്ദുക്കളും ഇന്ന് പലതിനെയും അല്ലെങ്കിൽ എന്തിനേയും ഏതിനെയും കൊന്ന് അതിനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന് അതിൻ്റെ ചോരയും ഇറച്ചിയും കഴിച്ച് നാക്കിനും ശരീരത്തിനും സ്വാദും സുഖവും ഉണ്ടാക്കാനുള്ള തത്രപ്പാടില് ഏത് മൃഗത്തെ കൊല്ലുമ്പോഴും അതിന് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിന് വികാര വിചാരങ്ങളുണ്ടെന്നും അതിന് വേദനയുണ്ടെന്നും അത് മരിക്കുകയാണ് എന്ന ബോധം അതിനുണ്ടെന്നും തിരിച്ചറിയാത്ത മനുഷ്യൻ ഒരു ടി.പി. ചന്ദ്രശേഖരനെ വധിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വധിക്കുമ്പോൾ ആ കൊല്ലുന്ന മനുഷ്യന് ജീവപര്യന്തം തടവോ തൂക്കുകയറോ എല്ലാം വിധിക്കുന്നു. പക്ഷേ മനുഷ്യനേക്കാൾ എത്രയോ വലിപ്പമുള്ള ഈ ജന്തുക്കളെ നീചവും നിന്ദ്യവുമായിട്ട് കൊല്ലുമ്പോൾ അത് എത്ര ക്രൂരമായിട്ടാണ് കൊല്ലുന്നതെന്നറിഞ്ഞിട്ടും അതിനെതിരെ യാതൊന്നും ചെയ്യാതിരിക്കാം. അങ്ങനെ വധിക്കപ്പെടാൻ വിധിച്ച ഒരു പോത്തിൻ്റെ വാർത്തയാണ് മാതൃഭൂമിയിൽ എനിക്ക് ഹൃദയഭേദകമായി തോന്നിയത്. ഈ ഭൂമിയിൽ കുറെ കാലം കൂടി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു പോത്ത് തന്നെ അറക്കാൻ കൊണ്ടുപോവുകയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് കാട്ടിക്കൂട്ടിയ ആ വെപ്രാളം മനുഷ്യൻ മരിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ മറ്റെന്തെങ്കിലും വിധത്തിൽ വധിക്കുമ്പോൾ കൊല്ലുമ്പോൾ അവൻ ജീവിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ ആ വെപ്രാളം, അതാണ് ഈ
ഈ വാർത്ത പോലെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. മാതൃഭൂമിയിലാണ് വന്നത്. വിരണ്ടോടിയ പോത്ത് 2 പേരെ കുത്തി. ഇതെന്തിനാ വിരണ്ടോടിയത് എന്നൊന്ന് നോക്കാം. കയ്പമംഗലം അറക്കാൻ കൊണ്ടുവന്ന പോത്ത് വിരണ്ടോടി 2 പേരെ കുത്തി പരിക്കേൽപ്പിച്ചു. നാശനഷ്ടങ്ങൾ വരുത്തി. നാട് വിറപ്പിച്ച പോത്തിനെ 7.5 മണിക്കൂറിന് ശേഷം നാട്ടുകാർ ചേർന്ന് തളച്ചു. ഈ വാർത്തയിൽ പോത്താണ് കുറ്റക്കാരൻ. കാരണം അത് വിരണ്ടോടി, അത് നാശനഷ്ടങ്ങൾ വരുത്തി, നാടിനെ അത് വിറപ്പിച്ചു. അതിനെ കൊല്ലാൻ കൊണ്ടുപോയ വേളയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള കൊതി കൊണ്ടാണത് ചെയ്തത് എന്നല്ല, ആ പോത്ത് ചെയ്ത ക്രൂരമായ തെറ്റിനെക്കുറിച്ചാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. പെരിഞ്ഞനം മുഹയ്യുദ്ദീൻ പള്ളിക്കടുത്ത് കൊള്ളിക്കത്തറ സുലൈമാൻ എന്നയാളുടെ വീട്ടിലേക്ക് അറക്കാൻ കൊണ്ടുവന്ന പോത്താണ് രാവിലെ 11 മണിയോടെ വിരണ്ടോടിയത്. കൊണ്ടുവന്ന വാഹനത്തിൽ നിന്നും ഇറക്കവേ ഇറച്ചി വിൽപ്പന തൊഴിലാളിയായ സഗീറിനെ തട്ടിയിട്ടായിരുന്നു പോത്തിന്റെ പരാക്രമം തുടങ്ങിയത്. ജീവിക്കാൻ വേണ്ടി ആ ഓടി രക്ഷപ്പെടാനുള്ള അതിൻ്റെ അവസാനത്തെ ശ്രമം, അത് പോത്ത് പരാക്രമമായിട്ട് 18 ലക്ഷം കോപ്പി അടിക്കുന്ന മാതൃഭൂമി 18 ലക്ഷത്തിലധികം പ്രതികൾ പ്രസിദ്ധീകരിക്കുന്ന മാതൃഭൂമിക്ക് ആ പോത്തിന്റെ പരാക്രമത്തോടായിരുന്നു വാശിയും വിമർശനവും അതുപോലെ ദേഷ്യവും. ആ പോത്തിനെ കൊണ്ടുവന്നതും ഇനി കൊണ്ടുപോകുന്നതും എങ്ങോട്ടാണ് എന്ന് ചിന്തിപ്പിക്കാനല്ല മാതൃഭൂമി വാർത്ത എഴുതിയത്. ആ പോത്തിന്റെ പരാക്രമത്തിനെതിരെ മനുഷ്യ വികാരങ്ങളെ ഉയർത്താൻ വേണ്ടി മാതൃഭൂമി എഴുതിയ വാർത്ത. പരിക്കേറ്റ സഗീറിനെ കുറ്റിലക്കടവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലാൻ കൊണ്ടുപോകുന്ന പോത്തിനെ ഒരാശുപത്രിയിലും പ്രവേശിപ്പിച്ചില്ല. തലങ്ങും വിലങ്ങും ഓടിയ പോത്തിനെ കണ്ട് ഭയന്ന് കുറ്റിലക്കടവ് റോഡിനടുത്ത് തോട്ടിൽ ചൂണ്ടയിട്ടിരുന്ന പള്ളിവളവ് സ്വദേശി ചളിങ്ങാട്ട് സജീവൻ രക്ഷപ്പെടാനായി പുളിമരത്തിൽ കയറി. സജീവൻ രക്ഷപ്പെടാനായിട്ട് പുളിമരത്തിൽ കയറി. പോത്ത് രക്ഷപ്പെടാനായി കാണിച്ചു കൂട്ടിയതിനെതിരെയാണ് വാർത്ത എഴുതിയ വ്യക്തിയുടെ ദേഷ്യം. സജീവൻ പുളിമരത്തിൽ കയറി മഹാഭാഗ്യം ക്രൂരനായ പോത്തിന്റെ ആ ചവിട്ടേറ്റില്ല. ഇദ്ദേഹം ചൂണ്ടയിട്ട് ജീവിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവനവന് സ്വയം ജീവിക്കാൻ ഒരു മനുഷ്യനെയും ഉപദ്രവിക്കാത്ത പോത്ത്, അതിൻ്റെ ജീവിതകാലം മുഴുവനും പോത്തായാലും എരുമയായാലും പശുവായാലും അതുപോലെ തന്നെ കാളയായാലും കോഴിയായാലും ആടായാലും അതിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ മനുഷ്യന് വേണ്ടി മാത്രം ജീവിച്ച് കൂടിനകത്തും കഴുത്തിൽ കയറിട്ടും മൂക്കിൽ കയറിട്ടും മനുഷ്യൻ കൊടുക്കുന്ന വേസ്റ്റ് സാധനങ്ങൾ കഴിച്ച് ആ മനുഷ്യന് ശാരീരികമായ അധ്വാനത്തിലൂടെ സഹായിച്ച് ആ മനുഷ്യന് പാലും തൈരും വെണ്ണയും നെയ്യും കൊടുത്ത ആ മനുഷ്യന്റെ കൈകൊണ്ട് അറക്കാൻ പോകുന്ന പോത്ത് ഒന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അപ്പോൾ രാജീവിന് മരത്തിൽ കയറാൻ ഭാഗ്യം കിട്ടി. ക്രൂരനായ പോത്ത് എന്ന പദപ്രയോഗത്തിലൂടെയാണ് മാതൃഭൂമി എഴുതിയ ലേഖകന്റെ വരികളെന്ന് ഓർമ്മിക്കുക. പുളിമരത്തിൽ കയറി. എന്നാൽ പോത്ത് ഇതിനടുത്ത് തന്നെ നിലയുറപ്പിച്ചതോടെ 4 മണിക്കൂറുകൾ കഴിഞ്ഞാണ് സജീവന് മരത്തിൽ നിന്നിറങ്ങാനായത്. ആ സജീവൻ മരത്തിന്റെ മുകളിൽ ഇരുന്ന് അനുഭവിച്ച വേദനയും അറവുശാലയിലേക്ക് പോകുന്ന പോത്ത് അനുഭവിച്ച വേദനയും തമ്മിൽ നിങ്ങളൊന്ന് തന്നെത്താനെ കമ്പയർ ചെയ്യണം. അറവ് തൊഴിലാളികളും നാട്ടുകാരും കയറും കുരുക്കുമായി പിന്നാലെ കൂടിയതോടെ പോത്ത് വീണ്ടും ഓടി. കനാൽ നീന്തിക്കടന്ന പോത്ത് കാക്കാത്തുരുത്തി, പെരിഞ്ഞനം, കൊറ്റംകുളം, കയ്പമംഗലം, അറവുശാല തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ കിലോമീറ്ററുകളോളം ഓടി. അത് അതിൻ്റെ ജീവനെ രക്ഷപ്പെടുത്താനും കുറേ കാലവും കൂടി ഈ സുന്ദരമായ ഭൂമിയിൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അത് ഓടിയത് എന്നല്ല. ഇത്രയും ദൂരം ഓടി പരമപവിത്രനായ മനുഷ്യന് ആ പോത്ത് കൊടുത്ത വേദനയെക്കുറിച്ചാണ് മാതൃഭൂമിയുടെ പരിദേവനം. അറവുശാല സെന്ററിൽ നിൽക്കുകയായിരുന്ന പുത്തൻചിറ സ്വദേശി താനത്ത് പറമ്പിൽ ജബ്ബാറിനെയും
പോത്ത് കുത്തി. ഇപ്പൊ ജബ്ബാറിന്റെ വേദന ഒന്ന് അസഹനീയമാണ്. കൊല്ലാൻ കൊണ്ടുപോകുന്ന പോത്ത് അങ്ങനെ ഒന്നും ചെയ്യരുതായിരുന്നു. ആ പോത്ത് എന്നെ നിങ്ങൾ കൊന്നു തിന്നോളൂ എന്ന് പറഞ്ഞ് നിന്നുകൊടുത്ത് ഏറ്റവും നീചനും നിന്ദ്യനും ക്രൂരനുമായ മനുഷ്യന് വേണ്ടി തൻ്റെ ശരീരവും ചോരയും ഏറ്റവും വികൃതമായ രീതിയിൽ കത്തി ശ്വാസകോശത്തിലൂടെ ഇറക്കി കൊല്ലുമ്പോൾ ആ പോത്ത് വളരെ വളരെ താഴ്മയോടെ ദാസഭാവത്തിൽ നിന്നുകൊടുക്കണമെന്നാണ് മാതൃഭൂമിയുടെ ലേഖകൻ നിങ്ങളോടും നമ്മളെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. 2 തവണ കുത്തേറ്റ ഇദ്ദേഹത്തിന് കയ്യിലും കാലിലും പരിക്കേറ്റു. ആ പോത്തിന്റെ കഴുത്തിലൂടെ കത്തി ഇറങ്ങുമ്പോൾ ആ പോത്ത് എയർ കണ്ടീഷൻ മുറിയിലിരിക്കാനാണ് പോകുന്നത്. അങ്ങനെ എയർ കണ്ടീഷൻ മുറിയിൽ സുഖമായിട്ട് ജീവിക്കാൻ കൊണ്ടുപോകുന്ന പോത്ത് കയ്യിലും കാലിലും ഒന്നും അറക്കാൻ പോകുന്ന വ്യക്തിയുടെ കയ്യിലും കാലിലും ഒന്നും ഒരു വേദനയും വരുത്തരുതായിരുന്നു എന്നാണ് മാതൃഭൂമി ലേഖകന്റെ വിവക്ഷ. പോത്ത് വിരണ്ടോടുന്നത് കണ്ട് ദേശീയപാതയിൽ ബൈക്കിൽ നിന്ന് വീണ് ഒരു സ്ത്രീക്കും പരിക്കേറ്റു. ഈശ്വര, ആ സ്ത്രീ എത്ര ദുഃഖം അനുഭവിക്കുന്നു. കഴുത്തിലൂടെ കത്തിയിറക്കാൻ പോകുന്ന പോത്തിന് എന്തുകൊണ്ട് വെറുതെ ഒന്ന് നിന്നുകൊടുത്തൂടാ, എന്നെ കൊന്നു തിന്നോളൂ എന്ന് പറഞ്ഞ് അത്ര പോലും ബോധമില്ലാത്തത് കൊണ്ടാണ് അതിനെ പോത്ത് എന്ന് ചിലപ്പോൾ പറയുന്നത്. ഇതായിരിക്കണം മാതൃഭൂമിയിൽ ഈ വാർത്ത കൊടുത്ത വ്യക്തിയുടെ ഉദ്ദേശം. വൈകിട്ട് 6:30 ദേശീയപാതയിൽ വഴിയമ്പലം പെട്രോൾ പമ്പിൽ കയറിയ പോത്ത് ഇവിടെയും നാശനഷ്ടങ്ങൾ വരുത്തി. ബൈക്കും സൈക്കിളും മറിച്ചിട്ട പോത്ത് ഇരുമ്പ് ഗേറ്റും കുടിവെള്ള പൈപ്പും തകർത്ത് ഒടുവിൽ ടിപ്പൽ ലോറിയിലും മിനി ടെമ്പോയിലുമായി കയറി നിന്ന് 60 തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് കഴുത്തിൽ കുരുക്കിട്ട് പോത്തിനെ പിടികൂടുകയായിരുന്നു. പിന്നെ ചെയ്തത് എന്താണെന്ന് മാതൃഭൂമിയുടെ ലേഖകൻ പറഞ്ഞിട്ടില്ല. മാതൃഭൂമിയുടെ സംസ്കാരം എത്രത്തോളം ഉയർന്നിരിക്കുന്നു എന്ന് അറിയാതെ ചിന്തിച്ചു പോവാൻ ആ ടെമ്പോയിലും ടിപ്പർ ലോറിയിലും കയറി ആ പോത്തിനെ കുരുക്കിട്ട് വലിച്ചഴച്ച് കൊണ്ടുപോയി അതിനെ കയ്യും കാലും മൂക്കുകയറും കൂട്ടിക്കെട്ടി കഴുത്തിലൂടെ കത്തിയിറക്കുമ്പോൾ ആ പോത്ത് അവനവന് അന്ത്യാഭിലാഷം പോലെ കുറേ കാലവും കൂടി ജീവിക്കാൻ മനുഷ്യന്റെ ഒരു സഹായവുമില്ലാതെ അത് ജീവിക്കും. റോഡ് സൈഡിലുള്ള പുല്ലോ ചെടികളോ വേസ്റ്റോ കഴിച്ച് ഒരുവനും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവിക്കാൻ സ്വയം തയ്യാറായ ആ പോത്ത് തന്നെ അറക്കാൻ, കൊല്ലാൻ, വധിക്കാൻ, ക്രൂരമായി നിന്ദ്യമായി കഴുത്തിലൂടെ കത്തിയിറക്കാൻ നിന്നുകൊടുക്കാത്ത പക ആ പോത്തിനെ വിവരിച്ച മാതൃഭൂമി ലേഖകന്റെ മനസ്സിനേക്കാൾ ഉപരി ഇത്രയും നീചമായ രീതിയിൽ ആ പോത്തിനെ ട്രീറ്റ് ചെയ്ത വ്യക്തികളെ കുറിച്ചല്ല മാതൃഭൂമി എഴുതിയത്. പലപ്പോഴും തോന്നാറുണ്ട് മാതൃഭൂമിയുടെ നിലവാരം എത്രത്തോളം താഴുന്നു. സംഭവിക്കുന്നത് അതേപോലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കലാണ് പത്രധർമ്മം എന്ന് ധരിച്ച് ചില പത്രക്കാരെഴുതുമ്പോൾ അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകുന്ന മാതൃഭൂമിയുടെ മനോഭാവം, അതിനെക്കുറിച്ച് വേദന തോന്നുന്നു. ആ പോത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ടി.പി. ചന്ദ്രശേഖരന്റെ തലയിൽ 52 വെട്ടുകൊണ്ടപ്പോൾ ആ വെട്ട് ഓരോന്നും ശരീരത്തിലേൽക്കുന്ന വേളയിൽ ആ മനുഷ്യൻ പെടഞ്ഞത്, കരഞ്ഞത്, നിലവിളിച്ചത്, ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിച്ചത്, അതുപോലെ ഉത്തര കേരളത്തില് നടക്കുന്ന കൊലപാതകത്തിന് വിധേയമാകുന്നവര് കത്തി നെഞ്ചത്തോ കഴുത്തിലോ അല്ലെങ്കിൽ തലയിലോ കുത്തിയിറങ്ങുമ്പോൾ അവര് പെടയുന്ന വേദനയേക്കാൾ എത്രയോ എത്രയോ ഇരട്ടി വേദനയാണ് ഓരോ ദിവസവും അതിരാവിലെ കേരളം മുഴുവനും ഈ തിന്നാൻ വേണ്ടി, ഇറച്ചിയും ചോരയും തിന്നാൻ വേണ്ടി ക്രൂരനായ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളെന്ന് പോലും എഴുതാനുള്ള സാമാന്യ മര്യാദ മാതൃഭൂമി കാണിച്ചില്ല. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ കിലോ കണക്കിന് ഇറച്ചി വാങ്ങി വീട്ടിൽ ചെന്ന് ഉപ്പും മുളകും ഇട്ട് വേവിച്ചോ അല്ലെങ്കിൽ എണ്ണയിലിട്ട് വറുത്തോ തിന്നുമ്പോൾ ആ മൃഗം 1 മിനിറ്റ് കൂടി ജീവിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന വിക്രിയയെ മനുഷ്യന്റെ കൊലപാതകത്തിന് വേണ്ടി നിന്നുകൊടുക്കാത്ത പ്രതിഷേധമായിട്ട് പത്രങ്ങൾ എഴുതുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ
എവിടെ നിന്നാ ദയുണ്ടാവുക? ഈ ഇസ്രായേൽ എന്ന രാജ്യം ഗാസയിലും അല്ലെങ്കിൽ പാലസ്തീനിലും കാട്ടിക്കൂട്ടുന്നത് ക്രൂരതയാണെങ്കിൽ അതിനേക്കാൾ എത്രയോ ക്രൂരതയാണ് ഈ മൃഗങ്ങളോട് കേരളത്തിലുള്ളവർ കാണിച്ചു കൂട്ടുന്നത്. തിന്നാൻ മുൻപന്തിയിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. കൊല്ലാൻ മുൻപന്തിയിൽ ഈ പേരെടുത്ത് പറഞ്ഞവരെല്ലാം മുസ്ലിങ്ങളാണ് എന്നുകൂടി ഓർമ്മിക്കുക. ഒരു പശുവിന്റെ കഴുത്തിലൂടെ കത്തി ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെയോ അമ്മയുടെയോ മകന്റെയോ മകളുടെയോ കഴുത്തിലൂടെ കത്തി ഇറങ്ങുന്നതിൻ്റെ വേദനയാണ് അതിനേക്കാൾ 100 ഇരട്ടി വേദനയാണ് മനുഷ്യന്റെ തൊലിക്കട്ടിയേക്കാൾ കൂടുതൽ തൊലിക്കട്ടിയുള്ള ആ പോത്തിന് ഒരു അനസ്തേഷ്യ പോലും കൊടുക്കാതെ കഴുത്ത് പച്ചയ്ക്ക് വെള്ളരിക്ക മുറിക്കുന്ന മാതിരി മുറിക്കുന്നതെന്ന തോന്നൽ കൂടി നിങ്ങൾക്ക് ഉണ്ടായാൽ ആ ഇറച്ചി കഴിക്കുന്ന വേളയിൽ അതിൻ്റെ ഉടമസ്ഥനായ മൃഗം അനുഭവിച്ച വേദന അത് തിന്നുന്നവരുടെ തലയിൽ ഇടിത്തി പോലെ ശാപമായി വീഴാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതൃഭൂമി എന്ന ദിനപത്രം 54 വർഷം വായിക്കാൻ ഗതികേടുണ്ടായ വ്യക്തി എന്നുള്ള നിലയിൽ കുറെ കൂടി മാന്യമായ രീതിയിൽ ഒരു മൃഗം അനുഭവിക്കുന്ന ക്രൂരത, ആ മൃഗത്തിന്റെ വേദന കൂടി ഈ വരിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നുന്നു. പ്രണാമം, നമസ്കാരം.